നമ്മുടെ വീട്ടിലെ ഐക്യമില്ലായ്മയ്ക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും രോഗങ്ങൾക്കും വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരാൻ, കുടുംബ കലഹങ്ങൾ ഉണ്ടാവാൻ, എപ്പോഴും തർക്കമുള്ള വീടായി മാറാനൊക്കെ പലപ്പോഴും കാരണമായി സംഭവിക്കുന്നത് ആത്മീയമായ തടസ്സങ്ങളാണ്. ആത്മീയമായ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യേണ്ടത്? ഇത്തരം പ്രതിസന്ധികളാണോ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ വില്ലനായി പ്രവർത്തിക്കുന്നത്? എല്ലാം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പലപ്പോഴും പലരും പലരെയും തേടി പോകുന്നത് തന്നെ അവരവരുടെ ജീവിതത്തിലുണ്ടായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും പറയാനും വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നറിയിക്കാനുമൊക്കെയാണ്. ചെറിയ ചില ദിക്റുകൾ, ചെറിയ ദുആകൾ, ചെറിയ പരിഗണിക്കേണ്ട കാര്യങ്ങളൊക്കെ പരിഗണിക്കൽ കൊണ്ട് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതുമുള്ളൂ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഈ വിഷയം പറയുമ്പോൾ തീർച്ചയായും നിങ്ങളൊക്കെ ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഓരോരുത്തർക്കും ബോധ്യപ്പെടും, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഈ കാര്യങ്ങളൊക്കെ ഇല്ലാതെയായി പോയോ എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഇത് വളരെ നിസ്സാരമാണ്, വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്. എന്നാലും നാം ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, പരിഗണിക്കാറില്ല. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ കൊണ്ടുവരുന്നത്. വലിയ കടങ്ങളും ലക്ഷങ്ങൾ കടബാധ്യതയൊക്കെ ഉണ്ടാകുന്നതിന് പിന്നിൽ ഇങ്ങനൊരു കാരണം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ കാര്യങ്ങളും അപ്ഡേഷനൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ നോക്കിയാൽ നമ്മളതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ അഡ്മിഷന് വേണ്ടി വന്നു, കുറച്ച് ആളുകൾ നമ്മളെടുത്തു. ഇനി ആവശ്യക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. മതബൗദ്ധിക സാങ്കേതിക വിദ്യാഭ്യാസം നൽകി, വിദ്യാഭ്യാസവും നൽകി നല്ല രൂപത്തിൽ മക്കളെ വളർത്തിയെടുക്കാൻ അവസരമൊരുക്കുന്ന, നല്ല സാഹചര്യങ്ങൾ ഒരുക്കുന്ന നമ്മുടെ ദർസിലേക്ക് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. തികഞ്ഞ അച്ചടക്കത്തിൽ, ആത്മീയ അന്തരീക്ഷത്തിൽ, ഗൃഹാന്തരീക്ഷത്തിൽ നല്ല മക്കളായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അത് സ്വന്തം വീടാണെങ്കിലും റെൻ്റാണെങ്കിലൊക്കെ ഒരു വീട് അത് വർഷങ്ങളായിട്ട് നമ്മളതിൽ ജീവിക്കേണ്ടി വരികയാണ്. 40 വർഷം അത് വീട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, വേറെ എവിടെയല്ല. അതുകൊണ്ട് തന്നെ ആ വീടുമായി ബന്ധപ്പെട്ട ആദാബുകളും മര്യാദകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അത് നിസ്സാരമായി കാണാൻ കഴിയില്ല. വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിഗണിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായും ശ്രദ്ധിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതെങ്ങനെയാണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ആ രൂപത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ വീട്ടിൽ ഐക്യമുണ്ടാകില്ല, ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകില്ല, ആ വീട്ടിൽ സമാധാനം ഉണ്ടാകില്ല. ഒന്നും മനസ്സമാധാനത്തോടു കൂടെ ഒരു മണിക്കൂർ പോലും ഉറങ്ങാൻ സാധിക്കില്ല. അതിനെന്താണ് വേണ്ടത്? വീട് ബറക്കത്തിൻ്റെ ഇടമായിട്ട് മാറണം. വീട് ബറക്കത്തിൻ്റെ ഇടമായി മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് എന്തോ വലിയ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രം മതിയാകും. നിങ്ങൾ 2-3 മാസം ഇത് പകർത്തി നോക്കൂ, നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടു എന്ന് പറയാണ്. എന്താണ്? ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബിസ്മി ചൊല്ലിയാൽ ഷെയ്ത്വാൻ്റെ അണികളോട് പറയുമത്രേ, നിങ്ങൾക്ക് ഇന്നിവിടെ താമസിക്കാൻ സാധിക്കില്ല, പറ്റില്ല. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷണവുമില്ല. ദിക്റ് ചൊല്ലാതെ വീട്ടിൽ പ്രവേശിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഷെയ്ത്താൻ ഇങ്ങനെ പറയുമത്രേ, നിങ്ങൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും ലഭിച്ചു എന്ന്.
ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഷെയ്ത്വാൻ പറയുമത്രേ, ഇന്ന് നിങ്ങൾക്ക് താമസിക്കാൻ ഒരിടമായി എന്ന് പറയും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഷെയ്ത്വാൻ പറയുമത്രേ, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണവും ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ നോക്കൂ, നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും കാരണം ഒരു പൈശാചിക ഷെർ അതിലുണ്ടാകും. ആ പൈശാചിക ഷെർ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയല്ലോ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ആ ഹദീസിലെ പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമ. ആ മുസ്ലിമിൽ വളരെ കൃത്യമായി പറഞ്ഞ ഹദീസാണിത്. അപ്പോൾ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയൊന്നും വേണ്ട. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചാൽ അത് സ്വഹീഹായ ഹദീസാണ്, സ്വീകാര്യയോഗ്യമായ ഹദീസാണ്, നമ്മളത് അവലംബിച്ചേ മതിയാകും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു, അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസ്മി ചൊല്ലിയിട്ടാണോ നമ്മൾ എല്ലാ ദിവസവും വീട്ടിലേക്ക് കയറാറുള്ളത്? ഒന്ന് ഉച്ചത്തിൽ തന്നെ ചൊല്ലാവുന്നതാണല്ലോ അത്. നമ്മൾ ചെറിയ ചെറിയ പോയിൻ്റാണത്, ചെറിയൊരു വിഷയമാണത്. പക്ഷേ ആ വിഷയം നമ്മൾ പരിഗണിക്കണം എന്നുള്ളിടത്താണ് നമ്മൾ ഈ പറയുന്നതിൻ്റെയൊക്കെ ആശയതാണ്, പരിഗണിക്കണം. ഇനി രണ്ടാമത്തേത്, ബിസ്മി ചൊല്ലുന്നതോട് കൂടെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഓ കുഞ്ഞുമോനെ, നീ നിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണം, അത് നിനക്കും നിൻ്റെ കുടുംബത്തിനും ബറക്കത്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. രണ്ടാമത്തെ, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സലാം പറയുക എന്നുള്ളതാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അത് ആ വീട്ടിൽ താമസിക്കുന്ന, ആ സലാം പറഞ്ഞ ബിസ്മി ചൊല്ലിയ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും ബറക്കത്താണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടിൽ ഷെയ്ത്വാൻ്റെ സാന്നിധ്യം ഒഴിവാക്കിയിട്ട് ബറക്കത്ത് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. നമ്മൾ ചെയ്യാറുണ്ടോ? സലാം പറയാറുണ്ടോ? വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ കുടുംബസമേതമായിരിക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമല്ലേ. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ ആരും ഉണ്ടാവില്ല, നമ്മളാണ് കയറുന്നത്, നമ്മളാണ് വീട്ടുകാർ. അപ്പോൾ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് താമസിക്കുന്നതാണെങ്കിൽ നമ്മുടെ വീട്ടിലാരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആരോടാ സലാം പറയുക? അപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, അതേപോലെ തന്നെ വീട്ടുകാരോട് സലാം പറയുക. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മുടെ ഈ കാഴ്ചയ്ക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അവിടെ ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്, അർവാഹികളുണ്ട്, മലായിക്കത്തുണ്ട്. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് അദൃശ്യ ശക്തികൾ അവിടെയുണ്ട്. അവരോടാണ് നമ്മൾ സലാം പറയുന്നത്. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന സലാം പറയുന്നത്. അപ്പോൾ മലക്കുകൾ സലാം അടക്കുമെന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു രൂപത്തിലുള്ള ബറക്കത്തിൻ്റെ അവസരങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ? നമ്മളതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ പരാതികളും പോരായ്മകളും പറയുന്നതിന് എന്തർത്ഥമാണ് പ്രിയമുള്ളവരെ ഉള്ളത്? നമ്മുടെ വീടുകളിൽ പിശാചിന് വസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പലവിധ പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും കുടുംബകലഹങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ കാരണമാകും. പിശാചിന് വസിക്കാനുള്ള ഇടം, പിശാചിന് സ്വാധീനം ചെലുത്താനുള്ള ഇടം എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിലൂടെ അത് ഉണ്ടാക്കി കൊടുക്കണം. അതിനാൽ ദിക്റ് ചൊല്ലി വീട്ടിലേക്ക് പ്രവേശിക്കുക. അതേപോലെ തന്നെ നമ്മൾ മക്കൾക്കും ഇതൊക്കെ ശീലിക്കണം. ഇത് നമ്മൾ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ മക്കളത് ശീലിച്ചു വരും എന്നുള്ളതാണ്. നല്ല ചിട്ടയിൽ വളർത്തണം മക്കളെ. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ബിസ്മി ചൊല്ലി സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറുക. അതേപോലെ തന്നെ ഒരു ദിക്റുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് മുൻഭാഗത്ത് വൃത്തിയിൽ എഴുതി വെക്കുക, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്യുക. ഏതാണ് ദിക്ർ എന്നറിയാം? വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ദിക്റാണ്. ഞാൻ ഈ ദിക്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് കൃത്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. അവിടെ ഇട്ടാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത്
സേവ് ആക്കി കഴിഞ്ഞാൽ അത് അത്രയും ക്ലാരിറ്റിയിലും ക്ലിയറിലും നിങ്ങളുടെ വാട്സപ്പിൽ അത് കൃത്യമായിട്ടെത്തും. നിങ്ങളുടെ വാട്സപ്പിലല്ല, നിങ്ങളുടെ ഫോണിൽ ഗാലറിയിൽ നിങ്ങൾക്ക് എപ്പോഴും അത് നോക്കിയിട്ട് ഓതാവുന്നതാണ്. എന്താണ് ചൊല്ലേണ്ടതെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജ് വ ഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽനാ എന്ന് പറഞ്ഞിട്ട് വളരെ പവിത്രമേറിയതാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറൽ മൗലിജ്. നമ്മൾ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. അപ്പോൾ പ്രവേശിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്ഥലം, ഖൈറായത്, ഏറ്റവും ഉത്തമമായതിന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. പുറപ്പെടുന്ന സമയത്തുള്ള ഏറ്റവും ഉത്തമമായതിന് അള്ളാഹുവിനോട് ചോദിക്കണം. ബിസ്മില്ലാഹി വലജ്ന, അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് മുഴുവൻ പേരുകളെ കൊണ്ടും ബറക്കത്ത് സിദ്ധിച്ചവരായ നിലയിൽ അതിലേക്ക് പ്രവേശിക്കുകയാണ്. വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി തവക്കൽന റബ്ബിന തവക്കൽന. അള്ളാഹുവിലെ തവക്കുലാക്കുകയാണ്. വളരെ പവർഫുള്ളാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊക്കെ ചൊല്ലുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണേ ഇൻഷാ അല്ലാഹ്.